തന്റെ അർദ്ധസഹോദരനായ വിചിത്രവീര്യനു വേണ്ടി കണ്ടെത്തിയ കാശിരാജ സഹോദരിമാരിൽ മൂത്തയാളായ അംബ തനിക്കിഷ്ടപ്പെട്ട പുരുഷനെ വരിക്കാൻ ഹസ്തിനപുരി വിട്ടിറങ്ങി. മറ്റു രണ്ടുപേർ അംബികയും അംബാലികയും തങ്ങളുടെ വിധിയോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടുതന്നെ വിചിത്രവീര്യന്റെ ഭാര്യമാരാകാൻ അവർക്ക് വിസമ്മതമില്ലായിരുന്നു. അങ്ങനെ ആർഭാടമായി ഹസ്തിനപുരിയിൽ വെച്ച് വിചിത്രവീര്യൻ അംബികയെയും അംബാലികയെയും തന്റെ പത്നിമാരാക്കി. കാലങ്ങൾ കടന്നുപോകവേ വിചിത്രവീര്യൻ രോഗബാധിതനായി. ക്ഷയരോഗബാധിതനായ അദ്ദേഹം താമസിയാതെ മരണത്തിന് കീഴടങ്ങി. വിചിത്രവീര്യന് തന്റെ രണ്ടു ഭാര്യമാരിലും സന്താനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വീണ്ടും ഹസ്തിനപുരി അനാഥമായി. അനന്തരാവകാശികളില്ലാത്ത ഹസ്തിനപുരിയുടെ അവസ്ഥയിൽ സത്യവതിയുടെ മനം വേപതുപൂണ്ടു. സഹോദര ഭാര്യമാരെ വിവാഹം കഴിച്ച് ഹസ്തിനപുരിയുടെ പിന്മുറാവകാശം നിലനിർത്തുവാൻ സത്യവതി ഭീഷ്മരോട് ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ പ്രതിജ്ഞയെ ഓർമ്മപ്പെടുത്തി ഭീഷ്മർ വിവാഹത്തിന് വിസമ്മതിച്ചു. ശന്തനു മഹാരാജാവിന്റെ പട്ടമഹിഷിയാകുന്നതിനു മുൻപ് സത്യവതിക്ക് പരാശരമുനിയിൽ ഒരു പുത്രൻ ജനിച്ചിരുന്നു. കൃഷ്ണദ്വൈപായൻ എന്ന അദ്ദേഹം വേദവ്യാസൻ എന്ന പേരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തെ സത്യവതി കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ഹസ്തിനപുരി അന്യം നിന്ന് പോകാതിരിക്കാൻ തന്റെ പുത്രവധുക്കളിൽ പുത്രന്മാർക്ക് ജന്മം നൽകണമെന്ന് സത്യവതി വേദവ്യാസനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം സമ്മതം പ്രകടിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഹസ്തിനപുരിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായിരുന്ന സത്യവതിയുടെ വാക്കിന് മറുവാക്കില്ലായിരുന്നു. സ്വയംവര മണ്ഡപത്തിൽ നിന്നും ഭീഷ്മർ കടത്തിക്കൊണ്ടുവന്ന 3 പെൺകിടാങ്ങൾ. അവരിൽ ഒരാൾ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിന്നുകൊടുക്കാതെ ഹസ്തിനപുരി വിട്ടിറങ്ങി. മറ്റു രണ്ടുപേർ ഇതാണു വിധി എന്ന് സമാധാനിച്ച് ഒരു പുരുഷന്റെ തന്നെ 2 ഭാര്യമാരായി ജീവിച്ചു. എന്നാൽ അകാലത്തിൽ വൈധവ്യദുഃഖം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ 2 പെൺകുട്ടികൾക്കും സത്യവതിയുടെ ആജ്ഞയെ ധിക്കരിക്കാനുള്ള ത്രാണിയില്ലായിരുന്നു. വർഷങ്ങളായി തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന മഹർഷി കാഴ്ചയിൽ ബീഭത്സത തോന്നിക്കുന്ന രൂപമായിരുന്നു. അതുകൊണ്ടുതന്നെ തങ്ങളുടെ പള്ളിയറയിൽ തങ്ങളോടൊപ്പം ശയിക്കാൻ വന്ന മഹർഷിയെ കണ്ട് അവർ ഞെട്ടിവിറച്ചു. ആദ്യത്തെ ഊഴം അംബികയുടേതായിരുന്നു. തന്നോടൊപ്പം ശയിക്കാനെത്തിയ മഹർഷിയെ കണ്ട മാത്രയിൽ തന്നെ ഭയം നിമിത്തം അംബിക തന്റെ 2 കണ്ണുകളും ഇറുക്കിയടച്ചു. മഹർഷി പള്ളിയറ വിട്ട് പുറത്തിറങ്ങുന്നതുവരെയും അതുതന്നെയായിരുന്നു അവളുടെ അവസ്ഥ. തന്റെ കടമ ഭംഗിയായി നിർവഹിച്ച് മഹർഷി മുറി വിട്ട് പുറത്തിറങ്ങിയപ്പോൾ സത്യവതി തന്റെ പുത്രനെ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹം സത്യവതിയോട് പറഞ്ഞു, അംബികയിൽ ഒരു പുത്രൻ ജനിക്കും. എന്നാൽ അംബിക കണ്ണുകളടച്ചതിനാൽ ആ പുത്രൻ ജന്മനാ അന്ധനായിരിക്കും. പിന്നീട് അംബാലികയുടെ ഊഴം. മഹർഷിയെ കണ്ട മാത്രയിൽ തന്നെ അംബാലിക വിളറി വെളുത്തുപോയി. അംബാലികയുടെ പള്ളിയറ വാതിൽക്കൽ ഉത്കണ്ഠാകുലമായ ഹൃദയമിടിപ്പോടെ സത്യവതി തന്റെ മകനെയും കാത്തുനിന്നു.